വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. KT എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് മോഡ്യൂൾ 4 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ ഐസോമെട്രിക് ഡ്രോയിങ്സ് ഓഫ് പ്രിസവും പിരമിഡും നമ്മൾ നോക്കി. ഇനി സിലിണ്ടറും കോണുമാണ് ഇപ്പോൾ നമുക്ക് റിമൈനിങ് ആയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഈ ഒരു വീഡിയോയിൽ മാക്സിമം സിലിണ്ടറും കോണും ഒരുമിച്ച് തന്നെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡ്രോ ദ ഐസോമെട്രിക് വ്യൂ ഓഫ് എ സിലിണ്ടർ ഓഫ് ഡയമീറ്റർ 40 mm ആൻഡ് ലെങ്ത് 60 mm if it is resting on one of its circular bases. ഓക്കെ, ഒരു സിലിണ്ടറിൻ്റെ ഐസോമെട്രിക് വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. വ്യൂ ആയതുകൊണ്ട് നമുക്ക് ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ഐസോമെട്രിക് വ്യൂ വരയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഓർത്തോഗ്രാഫിക് വ്യൂ വരയ്ക്കണം, ദെൻ കൺവേർട്ട് ചെയ്യണം. ഓർത്തോഗ്രാഫിക് വ്യൂ വരയ്ക്കാം. ഡയമീറ്റർ 40 mm ആണ്, ലെങ്ത് 60 mm ആണ്. ഈ ചെറിയൊരു സിലിണ്ടറാണ്. ഓക്കെ, എക്സ്പെരിമെൻ്റ് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഡയമീറ്റർ 40 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സിലിണ്ടറിനൊക്കെ ആകെ ഒരു ബേസ് ഫിഗർ ഉള്ളൂ. നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലൊക്കെ പറഞ്ഞാണ് HP റെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്സിസ് വെർട്ടിക്കലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഒന്നും പറഞ്ഞിട്ടില്ല, റെസ്റ്റിംഗ് ഓൺ റെസ്റ്റിംഗ് ഓൺ ബേസ് എന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. വൺ ഓഫ് ഇറ്റ് സർക്കുലർ ബേസിസിൽ റെസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ HP തന്നെ എടുക്കുക. ഓക്കെ, ഇപ്പോൾ ടോപ്പിൽ സർക്കിളായിരിക്കും. ഫ്രണ്ടിലേക്ക് പോകാം. ഇവിടെ നമുക്ക് 8 ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ട കേസൊന്നും ഇല്ല, കാരണം നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. വേറൊരു മെത്തേഡ് വഴിയായിരിക്കും നമ്മൾ സർക്കിളിൻ്റെ ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ പ്രൊജക്ഷൻ വരയ്ക്കുക. ഹൈറ്റ് നമ്മളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഡയമീറ്റർ 40, ലെങ്ത് 60 ആണ്. ഓക്കെ, 60 mm ആണ് ലെങ്ത് ആണെങ്കിൽ 60 mm ലെങ്തിൽ ആക്സിസ് മാർക്ക് ചെയ്യാം. ദെൻ ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി. നെയിമിങ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. ഡയറക്റ്റ്ലി നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുക നോക്കാം. ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ബോക്സിലാക്കുക. പ്രീവിയസ് വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് ബോക്സ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സോഡിനെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻസ്, ശരിക്കും ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻസിനാണ് ഐസോമെട്രിക് ലൈൻസ് എന്ന് പറയാം. ഓക്കെ, ആ തിയറിയിലേക്ക് നമ്മൾ പോയില്ല. ഐസോമെട്രിക് ലൈൻസ്, നോൺ ഐസോമെട്രിക് ലൈൻസ് ഉണ്ട്, ഐസോമെട്രിക് ആക്സിസുകളുണ്ട്. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ബോക്സിലാക്കി. ബോക്സിന് നമുക്ക് നെയിം ചെയ്യാം 1 2 3 4. ഐസോമെട്രിക് വ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി എടുത്ത് വരയ്ക്കാം. സിലിണ്ടറാണ്, സിലിണ്ടറിലെ 1 2 3 4 ലൈൻസ് എല്ലാം ഹൊറിസോണ്ടൽ ലൈൻസ് തന്നെ ആയിരിക്കും. സിലിണ്ടറിനെ ബൗണ്ട് ചെയ്തുള്ളതാണ്, അതെല്ലാം തന്നെ ഹൊറിസോണ്ടൽ ലൈൻസ് ആണെന്നറിയാം. അപ്പോൾ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കി വരച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ നമുക്ക് റെഫറൻസ് ലൈൻ വരയ്ക്കാം. പിന്നെ അവിടെ 1 എന്നുള്ളൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. തന്നെ ഇതെല്ലാം ഹൊറിസോണ്ടലായിട്ട് രണ്ട് സൈഡിലേക്കും 30 ഡിഗ്രി ലൈൻ വരയ്ക്കാം. കുറച്ച് സ്പീഡിൽ ചെയ്യാൻ നോക്കുകയാണ്, കാരണം ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നേരത്തെ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. രണ്ട് 30 ഡിഗ്രി ലൈൻസ് വരച്ചു. ദെൻ ഇതിൻ്റെ ലെങ്ത് ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് വീണ്ടും പറയാണ്, ട്രൂ ലെങ്ത് തന്നെ എടുത്താൽ മതി. പ്രൊജക്ഷൻ ആണെങ്കിൽ ലെങ്ത് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, 1 2 എന്നുള്ള ലെങ്ത് എടുക്കുക. സർക്കിളാണ്, അപ്പോൾ എല്ലാ സൈഡും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ബോക്സ് വരയ്ക്കുന്നത് വരെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ സെയിം മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. 1 2 3 4 ബോക്സ് നമുക്ക് കിട്ടി.
ഓക്കെ, ഇനി വേണമെങ്കിൽ മുകളിലത്തെ ബോക്സും വരയ്ക്കാം. മുകളിലത്തെ ബോക്സ് വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എടുത്ത് മാർക്ക് ചെയ്താൽ മുകളിലത്തെ ബോക്സും കിട്ടും. അങ്ങനെ വേണമെങ്കിൽ മുകളിലത്തെ ബോക്സ് വരച്ച് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമ്മളിവിടെ വരച്ചിട്ട് മുകളിലേക്ക് പോകും. ഈ ഒരു സർക്കിളിൻ്റെ ഐസോമെട്രിക് ഡ്രോയിങ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന എലിപ്സ് ആണ്. അതായത് സർക്കിളിൻ്റെ ഐസോമെട്രിക് വ്യൂ ആയാലും ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയാലും എലിപ്സ് ആയിരിക്കും കിട്ടുക. എലിപ്സ് എങ്ങനെ വരയ്ക്കാൻ നോക്കണം. അതായത് എലിപ്സ് വരയ്ക്കാൻ ഒരുപാട് മെത്തേഡുണ്ട്. നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ 4 സെൻറ്റർ മെത്തേഡാണ്. അതായത് സർക്കിൾ, സിലിണ്ടർ ആയാലും കോണായാലും സർക്കിളാണ് വരിക. അപ്പോൾ സർക്കിളിന് ഐസോമെട്രിക് വ്യൂ ആയാലും പ്രൊജക്ഷൻ ആയാലും എലിപ്സ് ആണ്. ഓക്കെ, അപ്പോൾ എലിപ്സ് വരയ്ക്കാൻ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് 4 സെൻറ്റർ മെത്തേഡാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഈ ബോക്സ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ദെൻ നമ്മൾ ചെയ്യേണ്ടത് ഏതൊരു ഒരു ഡയഗണൽ വരയ്ക്കുക. ഇവിടുത്തെ കേസിലാണെങ്കിൽ ഈ ഒരു ഡയഗണൽ വരച്ചു. ദെൻ നമുക്ക് ഈ ലൈൻസിൻ്റെ എല്ലാം മിഡ് പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഈ ലൈനിൻ്റെ ടോട്ടൽ ലെങ്ത് 4 ആണെങ്കിൽ 4 പോയിൻറ്റ് സംതിങ് വരും. 4.1 4 വരും. ഇത് 4 ആയിരിക്കുമല്ലോ, കാരണം 2 ആണ്. പിന്നെ ലൈനിൻ്റെ എല്ലാം ലെങ്ത് 4 ആണ്. ഓക്കെ, അപ്പം എല്ലായിടത്തും നമ്മൾ മിഡ് പോയിന്റ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഒരു കോർണർ സെലക്ട് ചെയ്യുക. ആ കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് 2 ലൈൻസിൻ്റെ മിഡ് പോയിന്റിലേക്ക് ലൈൻസ് വരയ്ക്കുക. ഓക്കെ, ഒരു ഡയഗണൽ വരച്ചു. ദെൻ ഒരു കോർണർ സെലക്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് 2 ലൈൻസിൻ്റെ മിഡ് പോയിന്റിലേക്ക് ലൈൻസ് വരച്ചു. ഓക്കെ, ഇനി 4 സെൻറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് തന്നെ അണ്ടർസ്റ്റുഡ് ആണ് 4 സെൻറ്റർ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഏതൊക്കെയാണ് 4 സെൻറ്റർ എന്ന് നോക്കാം. ഒന്ന് ഇതാണ് ഒരു സെൻറ്റർ. ദെൻ അടുത്ത സെൻറ്റർ ഇവിടെയാണ് അടുത്ത സെൻറ്റർ. ദെൻ ഇതാണ് തേർഡ്. ഇതാണ് 4th സെൻറ്റർ വരിക. അതായത് ഡയഗണൽ ആദ്യം നമ്മൾ ഡയഗണൽ വരച്ചു. ആ ഡയഗണൽ ഇൻക്ലൂഡ് ചെയ്യാത്ത 2 ബോക്സിൽ 2 പോയിൻറ്റ്സ്. ദെൻ ആ ഒരു ഡയഗണലും വരച്ച പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ മിഡ് പോയിന്റിലേക്ക് വരച്ച ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് 4 സെൻറ്റേഴ്സ്. റെപ്രസെൻ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സെൻറ്റർ 1 മാർക്ക് ചെയ്യാണ്. 1 2 3 4 എന്ന് പറഞ്ഞ് 4 സെൻറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനിയും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 4 സെൻറ്ററും ബേസ് ചെയ്താണ് നമ്മൾ എലിപ്സ് വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ 4 സെൻറ്റർ വെച്ചിട്ടാണ് നമ്മൾ എലിപ്സ് വരയ്ക്കുക. അതെങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് സെൻറ്റർ 1 ആണ്. ഇതാണ് ഫസ്റ്റ് സെൻറ്റർ. അപ്പോൾ അവിടെ കോമ്പസ് പ്ലേസ് ചെയ്യുക. 1 തൊട്ട് ഈ ലൈനിൻ്റെ മിഡ് പോയിന്റ് വരെയുള്ള ലെങ്ത്, ഈ ലെങ്താണ് കോമ്പസിൽ എടുക്കുന്നത്. ഇപ്പോൾ 1 തൊട്ട് ഈ ലൈനിൻ്റെ മിഡ് പോയിന്റ് വരെയുള്ള ലെങ്ത് കോമ്പസിൽ എടുക്കുക. ആ മിഡ് പോയിന്റോട്ട് ഇപ്പുറം വരെ ആർക്ക് വരയ്ക്കുക. ഓക്കെ, ഇപ്പം ഇവിടം വരെ ആർക്ക് വരച്ചു. 1 സെൻറ്റർ ആക്കിക്കൊണ്ട് 1 തൊട്ട് ഈ ലൈനിൻ്റെ മിഡ് പോയിന്റ്, ഈ ഒരു പോയിന്റ് വരെയുള്ള ലെങ്ത് എടുത്തു. ആ ലെങ്ത് വെച്ചിട്ട് ഓപ്പോസിറ്റ് മിഡ് പോയിന്റിലേക്ക് ആർക്ക് വരച്ചു. ഓക്കെ, അത് വരച്ച് കംപ്ലീറ്റ് ചെയ്തു. ദെൻ 2 സെൻറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റർ ഇത് വേണം എടുക്കുക. ഇത് 2 സെയിം ആയതുകൊണ്ട് ഇത് എടുക്കുകയാണ്. 3 സെൻറ്റർ ആക്കിക്കൊണ്ട് 3 തൊട്ട് ഈ മിഡ് പോയിന്റുള്ള ലെങ്ത്, ഈ ലെങ്ത് എടുക്കുക. ഇവിടെ ആർക്ക് വരയ്ക്കുക. ഓക്കെ, അവിടെ ആർക്ക് വരച്ചു. ദെൻ 2 സെൻറ്റർ ആക്കിക്കൊണ്ട് ശ്രദ്ധിക്കുക, 4 സെൻറ്ററും ഡിസ്റ്റൻസ് ശ്രദ്ധിക്കുക. 2 സെൻറ്റർ ആക്കുക. 2 തൊട്ട് മിഡ് പോയിന്റ് വരെ ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് എടുക്കണം. ആ ഒരു ഡിസ്റ്റൻസ് എടുക്കുക. അവിടെയും ആർക്ക് വരയ്ക്കുക. അവിടെ ആർക്ക് വരച്ചു. ദെൻ 4 സെൻറ്റർ ആക്കിക്കൊണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് എടുക്കുക. 2 ആർക്ക് വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഒരു എലിപ്സ് വരയ്ക്കുക. ഫസ്റ്റ് നമ്മൾ ചെയ്ത് 1 സെൻറ്റർ ആക്കിക്കൊണ്ട് ആർക്ക് വരച്ചു. പെൻ കൊണ്ട് വരയ്ക്കാത്തതിന് കാരണം കുറച്ച് വേണ്ട ആർക്ക് ആക്കേണ്ടതുകൊണ്ടാണ്, ബാക്കി ഡോട്ടഡ് ആക്കേണ്ടതുകൊണ്ടാണ്. ഇപ്പോൾ തൽക്കാലം പെന്നുകൊണ്ട് വരയ്ക്കാഞ്ഞത്. പെന്നുകൊണ്ട് വരയ്ക്കായിരുന്നു നമുക്ക്. കാരണം ഫസ്റ്റ് ചെയ്ത് 1 തൊട്ട് ഓപ്പോസിറ്റ് ഈ ഇത് വരെയുള്ള ലെങ്ത് കോമ്പസിലെടുത്തു. ദെൻ അത് ഈ ലെങ്ത് കോമ്പസിലെടുത്ത് ഇവിടെ തൊട്ട് ഇവിടെ വരെ ആർക്ക് വരച്ചു. ഈ ലെങ്ത് എടുത്തു, ഇത്ര ആർക്ക്. ദെൻ അടുത്ത പോയിന്റ് വേണമെങ്കിൽ 4 എടുത്ത് വരയ്ക്കാം. 4 നിന്ന് ഈ ഒരു ലെങ്ത് അടുത്ത മിഡ് പോയിന്റുള്ള ലെങ്ത് എടുത്തു, ആർക്ക് വരച്ചു. ദെൻ 3 എടുക്കുമ്പോഴും ഈ മിഡ് പോയിന്റുള്ള ലെങ്ത് എടുക്കണം, എന്നിട്ട് ആർക്ക് വരയ്ക്കണം. ദെൻ 2 എടുക്കുമ്പോൾ 2 തൊട്ട് ഇപ്പുറത്തെ മിഡ് പോയിന്റ് അല്ലെങ്കിൽ അപ്പുറത്തെ മിഡ് പോയിന്റ്, 2 ലെങ്ത് സെയിം ആയിരിക്കും.
ഈ ലെങ്ത് എടുക്കുക, ഇവിടെ ആർക്ക് വരയ്ക്കാം. ഇങ്ങനെയാണ് എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ 4 സെൻറ്റർ മെത്തേഡ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ എലിപ്സ് വരയ്ക്കാൻ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള മെത്തേഡാണ് 4 സെൻറ്റർ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴത്തെ എലിപ്സ് കിട്ടി. ഇനി നേരെ ഈ സെയിം സാധനം തന്നെ മുകളിലും വരയ്ക്കണം. ഈ സെയിം സാധനം മുകളിൽ വരയ്ക്കാൻ വേണ്ടി ഫസ്റ്റ് ബോക്സ് കൺസ്ട്രക്ട് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ബോക്സിൻ്റെ ഹൈറ്റ് നമുക്കറിയാം 60 mm ആണ്. ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് 60 mm ഡയറക്റ്റ്ലി എടുത്ത് തന്നെ വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ 60 mm മുകളിലേക്ക് എടുക്കുക. മുകളിലത്തെ ബോക്സ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം. മുകളിലത്തെ ബോക്സും ഓക്കെ, 2 ബോക്സും വരച്ചു. ഈ 2 ബോക്സ് വരച്ചു. ഇനി ഇവിടെ ഇതുപോലെ 4 സെൻറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ ഒരു ലൈൻ വരച്ചു, ദെൻ ഇവിടുന്ന് പിന്നെ മിഡ് പോയിന്റിലേക്ക് വരച്ചു. അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഇതുണ്ടല്ലോ, ഇവിടെ ഓൾറെഡി നമുക്ക് സെൻറ്റർ ഉണ്ട്. ആ സെൻറ്റർ നമുക്ക് നേരെ മുകളിലേക്ക് എടുത്താലും അവിടുത്തെ സെൻറ്റർ ആയിരിക്കും കിട്ടുക. അതായത് ഇവിടുത്തെ സെൻറ്റർ മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്താലും മതി. ഓക്കെ, സെൻറ്റർ മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ 4 സെൻറ്റർ മെത്തേഡ് ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കറസ്പോണ്ടിങ് നേരത്തെ പറഞ്ഞ ഡിസ്റ്റൻസ് ഒക്കെ എടുത്ത് മാർക്ക് ചെയ്യണം. ഫസ്റ്റ് മിഡ് പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തിടാം. റഫായിട്ട് മിഡ് പോയിന്റ് എടുക്കാൻ നമുക്ക് 2 എടുത്ത് പോവാം. റഫായിട്ട് എടുത്ത് 2 വന്നു. ഇപ്പം 4 പോയിന്റ്സ് കിട്ടിയാൽ ഫസ്റ്റ് ഈ സെൻറ്റർ ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ തൊട്ട് ഇവിടെ വരെ ആർക്ക്, ഇവിടുത്തെ ആൾക്കൂടെ വരയ്ക്കും. ഓക്കെ, അപ്പം മുകളിലെ എലിപ്സും കംപ്ലീറ്റ് ആയി. മുകളിലത്തെ എലിപ്സും താഴത്തെ എലിപ്സും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടാൻജൻറ്റ് വരയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം പോയിന്റ്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 2 ടാൻജൻ ലൈൻസ് വരച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. 2 ടാൻജൻ ലൈൻസ് വരയ്ക്കുക. മുകളിലത്തെ ബേസാണ് നമ്മൾ വിസിബിളായിട്ട് എടുത്തത്. അങ്ങനെയാണെങ്കിൽ താഴത്തെ ബേസിൻ്റെ ഈ ഒരു പോർഷൻ മാത്രമായിരിക്കും വിസിബിൾ. അപ്പോൾ ആ പോർഷൻ മാത്രം ഡാർക്ക് ആക്കുക. ആക്ച്വലി കോമ്പസ് വെച്ച് തന്നെ വരയ്ക്കണം, എങ്കിൽ ഇപ്പോഴാണ് ആക്യുറസി കിട്ടുക. ഓക്കെ, ആ പോർഷൻ ഡാർക്ക് ആക്കി ബാക്കി പോർഷൻസ് ഡോട്ടഡ് ആക്കാം. then ഇതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ ആക്സിസ് വരുന്ന ഈ പോയിന്റ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ആക്സിസ് റിപ്രസെൻറ്റേഷൻ അവിടെ കൊടുക്കാം. ഓക്കെ, ആക്സിസ് റിപ്രസെൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സിലിണ്ടറിൻ്റെ ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഐസോമെട്രിക് വ്യൂ ആണ് പറഞ്ഞത്. പ്രൊജക്ഷൻ ആണെങ്കിലൊന്നുമില്ല, ഐസോമെട്രിക് സ്കെയിലൂടെ കൺസ്ട്രക്ട് ചെയ്യണം. ഈ ലെങ്ത് എല്ലാം റെഡ്യൂസ് ചെയ്യണം. ബോക്സിൻ്റെ ലെങ്ത് റെഡ്യൂസ് ആവും. അപ്പോൾ ഡെഫിനറ്റ്ലി ചെറിയൊരു എലിപ്സ് ആയിരിക്കും വരിക, മുകളിലൊരു എലിപ്സ് വരും. കോൺ ആണെങ്കിൽ എന്തായിരിക്കും ഡിഫറൻസ് വരിക? കോണിന് സെപ്പറേറ്റ് ഒരു വീഡിയോയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം കോൺ ആണെങ്കിൽ ഡിഫറൻസ് വരുന്നത് എന്താ, ഇതിൻ്റെ ടോപ്പ് വ്യൂ സെയിം ആയിരിക്കും, ഫ്രണ്ട് വ്യൂ വരുമ്പം ഒറ്റ പോയിന്റ് കാണത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും കോണിൻ്റെ ഫ്രണ്ട് വ്യൂ വരിക. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് നേരെ കോണാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതൊന്നുമില്ല. ഇവിടുന്ന് നേരെ ടാൻജൻറ്റ് വരയ്ക്കുക. ഈ സർക്കിളിൻ്റെ ടാൻജൻറ്റ് വരയ്ക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് ടാൻജൻറ്റ് വരയ്ക്കുക. അപ്പോൾ എന്താ, ഈ കോണിൻ്റെ ബാക്കി ബോക്സ് ഒന്നും വേണ്ട. താഴത്തെ ബോക്സ് വരയ്ക്കുന്നു. ഈ ആക്സിസിൽ നിന്ന് നേരെ 60 mm മുകളിലേക്ക് അടുത്ത ആക്സിസ് മാർക്ക് ചെയ്യുന്നു. ആക്സിസ് അല്ല, ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നേരെ മുകളിലേക്ക് ഓപ്പോസിറ്റ് അപ്പെക്സ് അല്ലെങ്കിൽ വെർട്ടെക്സ് മാർക്ക് ചെയ്യുന്നു. ആ വെർട്ടെക്സിൻ്റെ അവിടെ നിന്ന് 2 ടാൻജൻറ്റ് വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇത്ര വരച്ച് കഴിഞ്ഞാൽ കോണായി. അതുകൊണ്ടാണ് സെപ്പറേറ്റ് വേറൊരു വീഡിയോ ചെയ്യാത്തത്. കാരണം അതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല.
സോ സിലിണ്ടറും കോണും കംപ്ലീറ്റ്, അതായത് ഇപ്പോൾ നമ്മൾ പ്രിസം, പിരമിഡ്, സിലിണ്ടർ, കോൺ എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സ്പിയറോട് ആണല്ലോ, സ്പിയർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം നമുക്ക് സ്പിയറിൻ്റെ 2-3 ക്വസ്റ്റ്യൻ ലാസ്റ്റ് ചെയ്യാം. സ്പിയറിൻ്റെ ഐസോമെട്രിക് വ്യൂ പ്രൊജക്ഷൻ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, വേണമെങ്കിൽ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടോ, അതിൻ്റെ പ്രോബ്ലം നമ്മൾ ഇപ്പോഴേ ചെയ്യുന്നില്ല. സ്പിയറിൻ്റെ ഐസോമെട്രിക് വ്യൂ ആയാലും പ്രൊജക്ഷൻ ആയാലും നമുക്ക് കിട്ടുന്നത് സർക്കിൾ തന്നെയായിരിക്കും. അതായത് സ്പിയറിൻ്റെ ഐസോമെട്രിക് വ്യൂ ആയാലും പ്രൊജക്ഷൻ ആയാലും സർക്കിൾ ആയിരിക്കും. ഇപ്പോൾ സ്പിയറിൻ്റെ റേഡിയസ് ജസ്റ്റ് നമുക്ക് 2 സർക്കിൾ അറിയാം. സ്പിയർ ഏത് ഡയറക്ഷനിൽ നോക്കിയാലും എന്ത് വ്യൂവിൽ വന്നാലും നമുക്ക് സർക്കിളായിരിക്കും. ഫ്രണ്ട് ടോപ്പ് വ്യൂവിലും സർക്കിളായിരിക്കും, കാരണം സ്പിയറിൻ്റെ ഫ്രണ്ട് വ്യൂവിലും ടോപ്പ് വ്യൂവിലും സർക്കിളാണ് അതിൻ്റെ. അതുപോലെ തന്നെ അതിൻ്റെ ഐസോമെട്രിക് ഡ്രോയിങ്സിലും സർക്കിൾ തന്നെയായിരിക്കും വരിക. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ സ്കിപ്പ് ചെയ്യാൻ ഓർക്കാൻ കാരണം ചെറിയൊരു കൺഫ്യൂഷനാണ് സ്പിയറോട് ഇതിൻ്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പിയറിൻ്റെ ഒറിജിനൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഡി, അല്ലെങ്കിൽ ഒറിജിനൽ റേഡിയസ് ഡി ആണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഇതാണ് സ്പിയറിൻ്റെ ഒറിജിനൽ സൈസ്, ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. സോറി, റേഡിയസ് ഡി എന്നാണെന്ന് പറഞ്ഞത്, റേഡിയസ് 6 ആണ്, ഡയമീറ്റർ ഡി ആണെങ്കിൽ ഇതിൻ്റെ ഐസോമെട്രിക് വ്യൂ വരുമ്പം ലെങ്ത് ആക്ച്വലി ഇൻക്രീസ് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ 1.22 ടൈംസ് ട്രൂ ലെങ്ത്, അല്ലെങ്കിൽ 1.22 × 6 ആയിരിക്കും. ഐസോമെട്രിക് പ്രൊജക്ഷനിൽ സെയിം ലെങ്ത് തന്നെ വരും. ഇങ്ങനെ ചെറിയൊരു ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് സ്പിയർ അങ്ങനെ പറയാനത്. ഓക്കെ, ഐസോമെട്രിക് വ്യൂ വരുമ്പോഴത്തേക്കും ലെങ്ത് ഇൻക്രീസ് ആവും. ആക്ച്വലി ഒറിജിനൽ സ്പിയറിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ ഐസോമെട്രിക് വ്യൂ വരുമ്പോൾ അതിൻ്റെ റേഡിയസ് ഇൻക്രീസ് ആയിട്ട് 1.22 ടൈംസ് 6 ആയിട്ട് മാറും. ഓക്കെ, അതാണ് സ്പിയറിൽ ഡിഫറൻസ് വരിക. ഇപ്പോൾ സ്പിയറിൻ്റെ കേസിലാണ് ശ്രദ്ധിക്കണം. സ്പിയർ നമ്മൾ എന്തായാലും വരയ്ക്കാൻ നേരത്തെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഇപ്പോൾ ഇത്ര മനസ്സിലാക്കുക, ഐസോമെട്രിക് പ്രൊജക്ഷനിലാണ് സ്പിയറിൽ ട്രൂ ലെങ്ത് വരിക, അതായത് ഇവിടെ ട്രൂ ലെങ്ത് ആണ്, അല്ലെങ്കിൽ ട്രൂ ഡയ, അല്ലെങ്കിൽ ട്രൂ റേഡിയസ് ആണ് വരിക. ഓക്കെ, ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ട്രൂ ലെങ്ത് വരും. ഐസോമെട്രിക് വ്യൂ ആണെങ്കിൽ ഇൻക്രീസ്ഡ് ലെങ്ത്, അല്ലെങ്കിൽ എൻലാർജ്ഡ് സർക്കിൾ വരും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എപ്പോഴും നേരത്തെ എല്ലാം തിരിച്ചായിരുന്നു, ഐസോമെട്രിക് പ്രൊജക്ഷനിൽ റിഡ്യൂസ്ഡ് ലെങ്ത് വരും, എന്നിട്ട് ഐസോമെട്രിക് വ്യൂവിൽ ട്രൂ ലെങ്ത് വരും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കാര്യങ്ങൾ അങ്ങോട്ട് മാറും. ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ട്രൂ ലെങ്ത് വരും, ഐസോമെട്രിക് വ്യൂവിൽ ഇൻക്രീസ്ഡ് ലെങ്ത് വരും. ഇൻക്രീസ്ഡ് ലെങ്ത് ആകെ എടുക്കുന്നത് സ്പിയറിൻ്റെ കേസിൽ മാത്രമാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഇൻക്രീസ്ഡ് ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനും നമ്മൾ സെയിം ആ ഒരു ഐസോമെട്രിക് സ്കെയിൽ കൺസ്ട്രക്ഷൻ ആണ്, 15 ഡിഗ്രി 45 ഡിഗ്രി കൺസ്ട്രക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ ബേസിക് ഫിഗറിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, അതായത് പ്രിസം, പിരമിഡ്, സിലിണ്ടർ, കോണിൻ്റെ ഐസോമെട്രിക് ഡ്രോയിങ്സ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് യൂണിവേഴ്സിറ്റി പ്രോബ്ലംസ്, അതായത് യൂണിവേഴ്സിറ്റി ചോദിക്കാറുള്ള മിക്കവാറും കോമ്പിനേഷൻസ് ഓഫ് സോളിഡ് അല്ലെങ്കിൽ ഫ്രസ്റ്റം ഒക്കെയാണ് ചോദിക്കാറുള്ളത്. ഫ്രസ്റ്റം റെയറാണ്, കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് ആണ് കൂടുതൽ ചോദിക്കാറുള്ളത്. എന്തായാലും കോമ്പിനേഷൻ ഓഫ് സോളിഡ്സും ഫ്രസ്റ്റത്തിൻ്റെ വീഡിയോ, ഫ്രസ്റ്റം നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലൊക്കെ പറഞ്ഞാണ് എന്താണ് ഫ്രസ്റ്റം എന്നുള്ളത്. ഓക്കെ, എന്തായാലും നിങ്ങളത് പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ഫ്രസ്റ്റത്തിൻ്റെ ഐസോമെട്രിക് വ്യൂവും പ്രൊജക്ഷനും, അതുപോലെ കോമ്പിനേഷൻ ഓഫ് സോൾഡ്, ഒരു സോൾഡിന് ഉണ്ടെങ്കിൽ വേറെ സോൾഡ്, അല്ലെങ്കിൽ ഒരു സോൾഡിന് ഹോൾ ഇടുന്നു, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക. താങ്ക് യു.